തിരുവനന്തപുരം നെയ്യാറ്റിൻകര കാരക്കോണം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് സ്ത്രീ മരിച്ചെന്ന ആരോപണം. ശസ്ത്രക്രിയക്കിടെ മരുന്ന് മാറി നൽകിയെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. നെയ്യാറ്റിൻകര ആറാലമ്മൂട് സ്വദേശി കുമാരിയാണ് മരിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. പരാതിയിൽ വെള്ളറട പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടായിട്ട് നേരത്തെ പറയായിരുന്നു. ഇങ്ങനെ ചെയ്ത് നമ്മൾ സർജറി ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഇങ്ങനെ സ്ലോവായി വരികയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, അവർ ഇങ്ങനെയാണ് എന്നുള്ളത് അത് നമ്മളെടുത്ത് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ചവർക്ക് പറയാം. അതൊന്നും പറഞ്ഞില്ല. നമ്മൾ അങ്ങോട്ട് ചോദിച്ചപ്പോൾ മാത്രമാണ് അവർ പറഞ്ഞത്. അപ്പൊ സർജറിയില്ല, ഒരു പാടും ഇല്ല. വീട്ടിൽ കൊണ്ടുവന്ന് ബോഡി കുളിപ്പിക്കാൻ നോക്കിയപ്പോഴേ ഒരു ഭാഗത്തും ഒരു ഇതുമില്ല. VP സഫ്വാൻ വിവരങ്ങൾ നൽകും. സഫ്വാൻ, ഈ കുമാരിയുടെ ശസ്ത്രക്രിയ പോലും നടത്തിയിരുന്നില്ലേ, പിന്നെ എങ്ങനെയാണ് ഈ ഹൃദയാഘാതം മരണകാരണമായത്? ദിവ്യ, ഇന്നലെയാണ് നെയ്യാറ്റിൻകര സ്വകാര്യ ആശുപത്രി കാരക്കോണം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ ഈ കുമാരി മരിക്കുന്നത്. നെയ്യാറ്റിൻകര ആറാലുമൂട് സ്വദേശിയാണ് കുമാരി. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് കല്ല് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ മാസം 9-നാണ് കുമാരിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. അതിനു മുമ്പ് തന്നെ 6 മാസമായി ചികിത്സ തേടുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്നലെ 11-ാം തീയതി ശസ്ത്രക്രിയ നടത്താൻ വേണ്ടി നിശ്ചയിക്കുകയും 1 മണിയോടുകൂടി മുറിയിലേക്ക് മാറ്റുകയും എന്ന വിവരമാണ് ബന്ധുക്കൾക്ക് ലഭിക്കുന്നത്. അതിനിടയിൽ ആശുപത്രി അധികൃതർ ബന്ധുക്കൾക്ക് നൽകുന്ന വിശദീകരണം ഈ ശസ്ത്രക്രിയക്കിടയിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു എന്നുള്ള ഒരു വിവരമാണ് നൽകുന്നത്. ആ അർത്ഥത്തിൽ തന്നെയാണ് കീഹോൾ സർജറി എന്ന നിലയിൽ ഉള്ള വിശദീകരണമാണ് നൽകിയിരുന്നത്. എന്നാൽ മൃതദേഹത്തിൽ ഈ ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശസ്ത്രക്രിയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അടയാളങ്ങളും കാണാത്തതിനെ തുടർന്നാണ് ഈ ബന്ധുക്കൾ ഇപ്പോൾ ഇങ്ങനെയൊരു പരാതിയുമായി വന്നിട്ടുള്ളത്. വെള്ളറട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഈ ബന്ധുക്കൾ പറയുന്നതിനനുസരിച്ച് ഈ ശസ്ത്രക്രിയ നടക്കുന്ന സമയത്ത് അസാധാരണ പെരുമാറ്റം ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ് പറയുന്നത്. ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. എന്തോ ഒളിപ്പിച്ചു വെക്കാവുന്ന തരത്തിലായിരുന്നു അവരുടെ പെരുമാറ്റം എന്നൊക്കെയാണ് ഈ ബന്ധുക്കളുടെ പരാതിയിൽ പറയുന്നത്. ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം ഈ കുമാരിക്ക് മുമ്പും ഇത്തരത്തിലൊരു ശസ്ത്രക്രിയ നടത്താൻ നിശ്ചയിച്ചിരുന്നു. അന്ന് BP കൂടുതലുമായി ബന്ധപ്പെട്ട് ഈ ശസ്ത്രക്രിയ മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഈ മരണത്തിൽ അസ്വാഭാവിക ഇല്ല. ഈ ശസ്ത്രക്രിയക്ക് മുമ്പ് തന്നെ ഇങ്ങനെ ഹൃദയാഘാതം സംഭവിച്ച് മരണത്തിൽ കീഴടങ്ങുകയായിരുന്നു എന്നാണ് പറയുന്നത്. ബന്ധുക്കൾ ആരോപിക്കുന്നത് പോലെ മരുന്ന് മാറി നൽകിയതല്ല, ഹൃദയാഘാതമാണ് കുമാരിയുടെ മരണകാരണമെന്നാണ് ആശുപത്രി നൽകുന്ന വിശദീകരണം. VP സഫ്വാനാണ് വിവരങ്ങൾ നൽകിയത്.